ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടൽ, ലോകത്തിലെ ഏറ്റവും വലിയ മോൾ, ലോകത്തിലെ ഏറ്റവും വലിയ ഫെറീസ് വീൽ, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്, ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം, ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്, ലോകത്തിലെ ഏറ്റവും മികച്ച റോഡുകൾ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുഗാട്ടിയിലും ലംബോർഗിനിയിലും ചേസ് ചെയ്യുന്ന പോലീസുകാരുള്ള നഗരം, ലോകത്തിലെ മെഗാ സിറ്റികളിലൊന്ന്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു നഗരമാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സഞ്ചാരികളുടെ സ്വപ്ന നഗരമായ ദുബായ്. ഹബീബി കം ടു ദുബായ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഞാനിത് 12ാമത്തെ തവണയാണ് ദുബായിൽ എത്തുന്നത്. അപ്പോൾ ദുബായിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയാണ്. ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ. ഇപ്പോൾ ബുർജ് ഖലീഫയ്ക്ക് 10ഓളം ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. 2. താങ്ങുകളില്ലാത്ത ഉയരം കൂടിയ കെട്ടിടം. 3. കൂടുതൽ നിലകളുള്ള കെട്ടിടം. 4. കൂടുതൽ ഉയരത്തിൽ പാർപ്പിടങ്ങളുള്ള കെട്ടിടം. 5. ഏറ്റവും ഉയരത്തിൽ നിന്നും പുറം കാഴ്ചകൾ ആസ്വദിക്കാവുന്ന കെട്ടിടം. 6. കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന എലവേറ്റർ. 7. നീളം കൂടിയ എലവേറ്റർ. 8. തറ നിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള റെസ്റ്റോറൻറ്റ്. 9. ഭൂമുഖത്തെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കെട്ടിടഘടന. 10. പുതുവത്സര ദിനത്തിൽ ലോകത്തിൽ ഒറ്റ കെട്ടിടത്തിൽ നിന്നും ഏറ്റവും വലിയ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കുന്ന കെട്ടിടം. ഇത്രയുമാണ് ബുർജ് ഖലീഫയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ. നിങ്ങൾക്കറിയാം, ബുർജ് ഖലീഫ ഡൗൺ ടൗൺ ദുബായിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ പകൽ കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും ഇവിടുത്തെ കാഴ്ചകൾ കാണേണ്ടത് രാത്രിയിലാണ്. രാത്രി ഈ ഡൗൺ ടൗണും പരിസര പ്രദേശങ്ങളും മറ്റൊരു ലോകമായിട്ട് മാറും. ഇപ്പോൾ ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ ബിൽഡിംഗ് ദുബായ് തന്നെയാണ്. അതിൻ്റെ പേര് ബുർജ് അൽ അറബ്. ഇനി നമുക്ക് ദുബായിയുടെ കുറച്ച് ചരിത്രമൊക്കെ പരിശോധിക്കാം. ദുബായ് ആഘോഷത്തിന്റെ ലോക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നഗരം. മീൻപിടുത്തം ഉപജീവനമാക്കി ഒരു കൂട്ടം ആളുകളുടെ പ്രദേശം എന്ന നിലയിൽ നിന്നും ലോക ബിസിനസിന്റെ തലസ്ഥാനം എന്ന നിലയിലേക്കുള്ള വളർച്ചയും അവിശ്വസനീയം വിശേഷിപ്പിക്കാനാകും. 19ാം നൂറ്റാണ്ടിൽ മീൻപിടുത്തവും പവിഴ വ്യാപാരവും ഈ പ്രദേശത്തുകാരുടെ പ്രധാന തൊഴിൽ. 20ാം നൂറ്റാണ്ടിലും അത് തുടർന്നു. പവിഴ വിൽപ്പന ഇവിടുത്തുകാരുടെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ചു. അതോടെ ഇവിടുത്തുകാരുടെ ജീവിതം മരുഭൂമിയിൽ നിന്നും തീരപ്രദേശങ്ങളിലേക്ക് മറിച്ച് മാറ്റപ്പെട്ടു. എന്നാൽ 1ാം ലോകമഹായുദ്ധവും കൃത്രിമ വോട്ടുകളുടെ കണ്ടുപിടുത്തവും ദുബായിയുടെ പവിഴ വ്യാപാരത്തെ തകർത്ത് കളഞ്ഞു. 20ാം നൂറ്റാണ്ടിൽ ദുബായ് ഒരു പ്രധാന തുറമുഖമായി മാറുന്നത് ലോകം കണ്ടു. ദേറ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിച്ചു. 1950കളായപ്പോഴേക്കും ദുബായ് തുറമുഖത്തെത്തുന്ന കപ്പലുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം രാജാവായിരുന്നു അക്കാലയളവിൽ ദുബായ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തികൾ ദുബായിയെ ലോകത്തിലെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായി വളർത്തി. അൽ ഷിന്തക ടണൽ, ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, ദുബായ് ഡ്രൈ ഡോക്സ് എന്നിവയും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. ദുബായി ആക്കിയത് 1966 കണ്ടെത്തിയ എണ്ണ നിക്ഷേപമാണ്. 1969 ആദ്യമായി എണ്ണ കയറ്റുമതി ചെയ്തു തുടങ്ങിയത് മുതൽ ദുബായിയുടെ ശുക്രദശ ആരംഭിച്ചു. എമിറേറ്റ്സ് അതിസമ്പന്നതയിലേക്ക് വളർന്നു. ഇതേ തുടർന്ന് വിനിമയത്തിനായി പുതിയ കറൻസിയും എത്തി. അതോടൊപ്പം തുറമുഖം അതിവിശാലമാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തതോടെ ദുബായ് പിടിച്ചാൽ കിട്ടാത്ത നിലയിലായി. എണ്ണയ്ക്കൊപ്പം ഗ്യാസിന്റെ ഉൽപ്പാദനവും കൂടിയായപ്പോൾ ദുബായ് ലോക സമ്പന്നതയിൽ മുൻനിരയിലേക്ക് ഉയർന്നു. ഒറ്റപ്പെട്ട് കിടന്ന എമിറേറ്റ്സുകളെയെല്ലാം ഒരു ഭരണത്തിന് കീഴിലാക്കാൻ 1971 തീരുമാനിച്ചു. പ്രമുഖ നഗരങ്ങളായ ദുബായും അബുദാബിയും കൂടെ മറ്റ് 5 എമിറേറ്റ്സുകളും കൂടെ ഉൾക്കൊള്ളിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE നിലവിൽ വന്നു. 1990 ഉണ്ടായ പേർഷ്യൻ ഗൾഫ് യുദ്ധം ദുബായിയുടെ സാമ്പത്തിക സ്ഥിതിയെ വീണ്ടും സാരമായിട്ട് ബാധിച്ചു. എന്നാൽ 90കളുടെ മധ്യത്തിൽ കുവൈറ്റും ബഹ്റൈനും തങ്ങളുടെ വ്യാപാര കേന്ദ്രം ദുബായിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ദുബായ് വീണ്ടും സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് വീണു. ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തെ ആദ്യത്തെ 7 സ്റ്റാർ ഹോട്ടലായ ബുർജ് അൽ അറബ് 1999 ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ 2010 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലോകത്തിലെ ആഘോഷ കേന്ദ്രങ്ങളിൽ ഇന്ന് ദുബായിയുടെ സ്ഥാനം 1ാമതാണ്. വർഷത്തോളം നടക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തന്നെ ഇതിന് ഉദാഹരണം. മീൻപിടുത്തക്കാരുടെ നാട് എന്നതിൽ നിന്നും ലോക വ്യാപാര കേന്ദ്രം എന്ന നിലയിലേക്ക് വളർന്ന ദുബായ് ലോകത്തിന് നിത്യവിസ്മയമാണ് സമ്മാനിക്കുന്നത്. ശരിക്കും ദുബായിയെ ഇപ്പോഴത്തെ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ്. T33 എന്ന് പറയുന്ന വലിയൊരു പ്രൊജക്ട് ദുബായിൽ നടക്കുന്നുണ്ട്. 2033
ലോകത്തെ ഏറ്റവും മികച്ച നഗരമാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് G33 പ്രോജക്റ്റിലൂടെ ഷെയ്ഖ് മുഹമ്മദ് വിഭാവനം ചെയ്യുന്നത്. ശരിക്കും ദുബായിയെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ്. പിന്നെ ദുബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ദുബായിൽ 12ാമത്തെ തവണയാണ് എത്തുന്നത്. പക്ഷെ ഇത്രയും രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ദുബായ് എന്നും എനിക്കൊരു പ്രിയപ്പെട്ട നഗരം തന്നെയാണ്. ഓരോ തവണ ഞാൻ ദുബായിലെത്തുമ്പോഴും ദുബായ് എന്നെ എന്തെങ്കിലും കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു നഗരമാണ് ദുബായ്. അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ട് ഈ വർഷം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രത്യേകതകൾ ദുബായ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അതുപോലെ ദുബായിലേക്കുള്ള എല്ലാ യാത്രകളും നമുക്കൊരു സന്തോഷം പകരുന്ന യാത്രകളാണ്. ഞാൻ യൂറോപ്പിലും ചൈനയിലും സിംഗപ്പൂരിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും ദുബായിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ദുബായിയുടെ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.